പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? യേശുവിന് നിങ്ങളോട് എന്തുമാത്രം സ്നേഹവും വാത്സല്യവും ഉണ്ടെന്ന് കണ്ടോ? ദിവസവും നിങ്ങളോട് സംസാരിക്കുന്നുണ്ടല്ലേ? നിങ്ങൾ യേശുവിനോട് സംസാരിക്കുന്നുണ്ടോ? എന്ന് സംസാരിച്ചോ? രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയിൽ യേശുവിനോട് സംസാരിച്ചോ? ദൈവവചനം നിങ്ങളോട് സംസാരിച്ചോ? വചനത്തിലൂടെ നിങ്ങളോട് സംസാരിച്ചുവോ? ദിവസവും നിങ്ങൾ ദൈവത്തോട് സംസാരിച്ചാലല്ലേ ദൈവത്തിന് നിങ്ങളോടും സംസാരിക്കാനാവൂ. യേശുവിന് സമയം കൊടുക്കൂ. അതിരാവിലെ 1 മണിക്കൂർ യേശുവിന് കൊടുത്ത് യേശുവിന്റെ പാദത്തിങ്കൽ ഇരിക്കൂ. അതല്ലേ വലിയ സന്തോഷം. ശരി, ഇന്ന് ദൈവം തന്ന വാക്കെന്താണ്? നിങ്ങൾ യേശുവിനോട് സംസാരിച്ചാലേ യേശു നിങ്ങളോട് സംസാരിക്കൂ. എന്നാലും നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു വാക്ക് തന്നിരിക്കുന്നു. ഇത് നന്നായി ശ്രദ്ധിക്കണം. ഏതോ ഒരു വേദനയിലാണുള്ളതല്ലേ? മർക്കോസ് 5-ാം അധ്യായം 34-ാം വാക്യത്തിൽ ദൈവം പറയുന്നു, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക. ഒരു മകൾ 12 വർഷം രക്തസ്രാവമെന്ന വ്യാധി കൊണ്ട് വേദന അനുഭവിച്ച് ശരീരമാകെ വേദന. 12 വർഷം. ഒരുപാട് ഡോക്ടർമാരെയും വൈദ്യന്മാരെയൊക്കെ കണ്ട് ചികിത്സിച്ചിട്ടും അവളുടെ രോഗം ഭേദമായില്ല. മനസ്സ് വല്ലാതെ ബാധിക്കപ്പെട്ടു. അതുമാത്രമല്ല, ഈ വ്യാധി കാരണം സമൂഹം അവളെ മാറ്റി നിർത്തി. ഇത് തീണ്ടാൻ പാടില്ലാത്ത രോഗമാണ്. ഇവളെ തൊട്ടാൽ പാപം, ഇവളാരെയെങ്കിലും തൊട്ടാൽ അത് അശുദ്ധമാണ് എന്ന് സമൂഹത്താൽ പുറന്തള്ളപ്പെട്ട വേദന. ശരീരത്തിൽ വേദന, മനസ്സിലും വേദന, സമൂഹത്താൽ ത്യജിക്കപ്പെട്ട ഒരവസ്ഥ. അത്രത്തോളം മനോവേദനയിൽ എനിക്കാരാണുള്ളത്? എന്നെ സ്നേഹിക്കാനും സഹായിക്കാനുമെന്ന് ചിന്തിക്കുമ്പോൾ യേശുവിനെപ്പറ്റി അറിയാനിടയായി. യേശുവിനോട് ചെന്ന് പറയാൻ അവൾക്ക് പ്രയാസമാണ്. എല്ലാവരുടെയും ഇടയിൽ ചെന്ന് പ്രശ്നത്തെപ്പറ്റി പറയാനാവില്ല. അതുപോലൊരു വ്യാധിയാണ് വന്നിരിക്കുന്നത്. യേശുവിന്റെ ചുറ്റിലും ഒരുപാട് ജനങ്ങളുണ്ടാകും. എന്തു ചെയ്യും? ശരി, യേശുവിന്റെ വസ്ത്രം തൊട്ടാൽ എനിക്ക് സുഖമാകുമെന്ന് വിചാരിച്ച് യേശുവിന്റെ വസ്ത്രം തൊട്ടയുടനെ അവള് സൗഖ്യം പ്രാപിച്ചു. അതറിഞ്ഞ യേശു ചോദിക്കുന്നു, ആരാണ് എന്നെ തൊട്ടത് എന്ന്. അവളുടെ മനസ്സിൽ പേടിയുണ്ടായി. യേശു എന്നെ വഴക്ക് പറയുമോ? തീണ്ടാൻ പാടില്ലാത്ത വ്യാധിയുള്ളവൾ എങ്ങനെ എന്നെ തൊട്ടു എന്ന് യേശു ചോദിക്കുമെന്ന ഭയത്തോടെ വിറച്ചുകൊണ്ട് വന്ന് നിന്നു. യേശു പറഞ്ഞു, മകളെ, നീ ഭയപ്പെടേണ്ട. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോ. വേദന മാറി സുഖമാവട്ടെ. എത്ര അത്ഭുതവാനായ ദൈവം! ലോകര് മുഴുവൻ നിന്നെ ത്യജിച്ചിരിക്കാം മകളെ. തീണ്ടാൻ പാടില്ലാത്തവളെന്ന് പറയാം. ഞാൻ നിന്റെ പിതാവാണ്. മകളെ തൊട്ടാൽ പിതാവ് എങ്ങനെ തീണ്ടപ്പെടാത്തവനാകും? ഞാൻ നിന്റെ വ്യാധി മാറ്റുന്ന ദൈവമാണ്, വേദന മാറ്റുന്ന ദൈവമാണ് എന്ന് വേദന മാറ്റി സമാധാനത്തോടെ പറഞ്ഞയച്ചു. അതേ യേശു നിങ്ങളോട് ചോദിക്കുകയാണ്, മകളെ, നീ വ്യാധി കൊണ്ട് കഷ്ടപ്പെടുകയാണോ? നിന്ദയും അപമാനവും കൊണ്ട് കഷ്ടപ്പെടുകയാണോ? മറ്റുള്ളവർ നിന്നെ പരിഹസിക്കുന്നുണ്ടോ? സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തിയിട്ടുണ്ടോ? മനസ്സിൽ മുറിവേൽക്കപ്പെട്ട ദുഃഖത്തോടെ ഇരിക്കുകയാണോ? യേശു പറഞ്ഞു, നീ സമാധാനത്തോടെ പോയി വേദന മാറി സൗഖ്യം പ്രാപിക്കട്ടെ. ഇന്ന് നിന്റെ വേദന മാറും. നീ സുഖം പ്രാപിക്കും. നിന്റെ എല്ലാ വേദനകളും മാറ്റി നിന്നെ ഞാൻ സന്തോഷിപ്പിക്കും എന്ന് ദൈവം പറയുന്നു. പൂർണ്ണ വിശ്വാസത്തോടെ ഹൃദയത്തിൽ കൈവച്ച്, യേശുവേ, എന്നെ സുഖമാക്കണേ, എന്റെ വേദന മാറ്റേണമേ, മുറിവുകളെ മാറ്റേണമേ, എന്റെ വേദനകളെ മാറ്റി എന്നെ സുഖമാക്കണമേ എന്ന് ചോദിക്കൂ. ഹൃദയത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കൂ. എന്ത് വ്യാധിയാണെങ്കിലും ബലഹീനതയാണെങ്കിലും മനസ്സിലെ മുറിവുകളായിരുന്നാലും അത് മാറും. യേശുവിന്റെ നാമത്തിൽ ശരീരത്തിലെ വ്യാധികളും മുറിവുകളും മാറട്ടെ. മനസ്സിലുള്ള എല്ലാ മുറിവുകളും ഉണങ്ങട്ടെ. നിന്ദയും അപമാനവും മാറട്ടെ. വേദന മാറി സുഖമാകട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ. വേദന മാറി എല്ലാവർക്കും ഇന്ന് തന്നെ സൗഖ്യമുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ